അതിനി നോക്കണ്ട, ദേവൻ നിസ്സാരഭാവത്തിൽ പറഞ്ഞു. അയ്യോ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. അയാളുടെ പിറകെ ഒന്ന് ഓടി നോക്ക്. ആ പിന്നെ, എനിക്കതല്ലേ പണി. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോ സ്വന്തം സാധനങ്ങൾ സ്വയം സൂക്ഷിക്കണം. അത് വല്ലവനും അടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പിന്നാലെ നമ്മൾ പോയാലേ നമ്മൾ അകത്ത് കിടക്കേണ്ടി വരും. ഇവിടുത്തെ നിയമവും കോടതിയുമെല്ലാം ഇവിടെ താമസിക്കുന്ന പൗരന്മാരെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത്രയും വിലപ്പെട്ട സാധനം എങ്ങനെയാ ഒഴിവാക്കി കൊടുക്കുന്നത്? നിനക്കതിന് അതിന്റെ വില അറിയില്ലല്ലോ. വെറുതെ കിട്ടിയത് കൊണ്ടാണല്ലോ ഒട്ടും ശ്രദ്ധയില്ലാതെ അലസമായി ഇട്ടത്. സ്വർണ്ണം ഒന്നും ഇടാൻ ഇഷ്ടമില്ലെന്നൊക്കെയാണല്ലോ അവിടെ നിന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നത്. പിന്നെ ഈ യാത്രയിൽ നീ എന്തിനാണ് മാല എടുത്തിട്ടത്? അത് നിങ്ങൾ കെട്ടിയ താലി ആയതുകൊണ്ട്. മറ്റു സ്വർണങ്ങളൊന്നും ഞാൻ ഇടാറില്ലായിരുന്നുവെങ്കിലും ആ താലി നിങ്ങളിൽ നിന്ന് അണിഞ്ഞ ശേഷം ഞാൻ അത് അഴിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾക്കത് വെറുമൊരു മാല മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളത് എന്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ അതോടൊപ്പം ഒരു പൊട്ടിപ്പെണ്ണിന്റെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാം അറിഞ്ഞിട്ടും എനിക്കത് അഴിച്ചു വെക്കാൻ തോന്നിയില്ല. എന്നിൽ നിന്ന് നിയമപരമായി നിങ്ങൾ ബന്ധം വേർപിരിയുമ്പോൾ നിങ്ങളെ തന്നെ അത് തിരികെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടല്ലേടി വിവാഹം നടന്നത്. പിന്നെ എന്തിനാ നീ സ്വപ്നം കാണാനൊക്കെ പോയത്? അതെ, എല്ലാം എന്റെ തെറ്റാണ്. കണ്ണിൽ കണ്ടവരെല്ലാം വിശ്വസിച്ച് എന്റെ ജീവിതം അടിയറ വെച്ച എന്റെ മാത്രം തെറ്റ്. ചാരു അവളുടെ കണ്ണുകൾ തുടച്ചു. അവൾ സങ്കടത്തോടെ ആ കള്ളൻ പോയ വഴിയെ നോക്കി. ഇനി താലിയില്ലാതെ ഞാൻ. ശൂന്യമായ കഴുത്തിൽ അവൾ പതിയെ തലോടി. മതി മതി, ഇങ്ങനെ നോക്കി നിന്നെന്ന് കരുതി അയാൾ അത് നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയൊന്നുമില്ല. സ്ട്രീറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നടന്നോ, ഞാൻ വണ്ടിയുമായി അവിടേക്ക് വരാം. വേദനകൾ മാത്രം സമ്മാനിക്കുന്നവനാണെങ്കിലും അവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുമ്പോൾ അവൾക്കൊരു സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ തോന്നിയിരുന്നു. ഇപ്പോ അതില്ലാതെ നടക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. അങ്ങനെ അവർ തിരികെ റൂമിലെത്തി. അപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട്. ചാരുവിന് അസഹ്യമായ വയറുവേദനയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഗ്യാസ് കയറിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു അവൾ. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാണ് അവർ റൂമിലേക്ക് വന്നത്. എന്നാ ഈ ഡ്രസ്സ് പോയി മാറ്റിയിട്ട് വാ. അവൻ അവൾക്ക് നേരെ റെഡ് കളറിലുള്ള ഒരു നൈറ്റി നീട്ടി. ചാരു ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അത് വാങ്ങി ബാത്റൂമിലേക്ക് പോയി. കുളിക്കാനായി ഡ്രസ്സെല്ലാം ഊരി മാറ്റുമ്പോഴാണ് പാന്റിൽ കലർന്നിട്ടുള്ള രക്തം അവൾ കാണുന്നത്. ഈശ്വര, പീരിയഡ്സ് ആയോ? തന്റെ ശരീരത്തെയും കാത്തു പുറത്തിരിക്കുന്ന ദേവിനോട് എന്ത് പറയുമെന്നോർത്ത് അവളുടെ ഉള്ളിൽ ആദി പടർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ചുനേരം ബാത്റൂമിൽ തന്നെ നിന്നു. കഴിഞ്ഞില്ലേ ഇതുവരെ? അവൾ വൈകുന്നത് കണ്ട് ദേവ് ഡോറിന് മുട്ടി. പാന്റിലും മറ്റും രക്തത്തിന്റെ കറ പുരണ്ടിരുന്നത് കൊണ്ട് തന്നെ അതൊഴിച്ചു വെച്ച് അവൾ ആ നൈറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവനെങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്നുകൊണ്ട് അവൾ കതക് തുറന്നു. റെഡ് കളർ നൈറ്റിയിൽ അവളുടെ ശരീരത്തിന്റെ ഓരോ വശമാർന്ന ഭാഗങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. താനിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ത്രീരൂപമാണ് അതെന്ന് തോന്നി അവന്. ദേവ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവന്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന മുടിനാരുകളെ പിന്നിലേക്കാക്കി വിരലുകൾ കൊണ്ട് അവളുടെ കവിളിൽ വരച്ചു. പിന്നെ അവളെയും കൊണ്ട് പതുക്കെ കട്ടിലിന് അരികിലേക്ക് പോയി. എനിക്കൊരു കാര്യം, ചാരു പറയാനൊരുങ്ങിയതും അവൻ കൈകൾ അവളുടെ വായയുടെ മേൽ വെച്ചു. നീ സുന്ദരിയായിട്ടുണ്ട്. എന്റെ ജീവിതത്തിലേക്ക് നീ കുറച്ച് മുന്നേ കടന്നു വന്നിരുന്നെങ്കിൽ ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമായിരുന്നില്ല. ഏത് പുരുഷനെയും ആകർഷിക്കാനുള്ള വശ്യമായ സൗന്ദര്യം നിന്റെ ശരീരത്തിനുണ്ട്. ദേവ അവളുടെ ആദരങ്ങളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളോ കട്ടിലോ പോലും അറിയാത്ത അത്രയും മൃദുവായി അവളെ കട്ടിലിലേക്ക് കിടത്തി. അവളുടെ ആദരങ്ങളെ പുണരാനായി അരികിലേക്ക് വന്നതും ചാരു അവനെ അപ്പുറത്തേക്ക് തട്ടിമാറ്റി. എനിക്ക് പീരിയഡ്സാ. വാട്ട്? ഇപ്പൊ വന്ന് നോക്കിയപ്പോഴാ ഞാൻ കാണുന്നത്. ഓ ഷിറ്റ്, എല്ലാം നശിപ്പിച്ചു. ഇനിയൊക്കെ എന്തിനു കൊള്ളാവടി? എന്റെ തെറ്റല്ലല്ലോ. നിന്റെ തെറ്റ് തന്നെയാ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മളിവിടെ വന്നത് എന്തിനു വേണ്ടിയാണെന്ന്. അപ്പോ ഡേറ്റ് ആയിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു ഗുളിക വാങ്ങി കഴിച്ചാൽ മതിയായിരുന്നില്ലേ? നീ ഇത് മനഃപൂർവ്വം എന്നെ മറച്ചു വെച്ചതല്ലേടി? ഡേറ്റ് ആവാൻ ഇനി ഒരാഴ്ച കൂടെയുണ്ട്. ഇതിപ്പോ ഈ യാത്രയും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് നേരത്തെ ആയതെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നതല്ല. ഹോപ്പ്, ഇതിന് എത്ര ദിവസം ഉണ്ടാവും? 7 ദിവസം. 7 days ഓ ഗോഡ്. 5 ദിവസത്തിൽ കൂടുതൽ ഓഫീസിൽ ലീവ് എടുക്കാനും പറ്റില്ലല്ലോ.
ഡാമിറ്റ്. ദേവ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ബെഡിലിടിച്ചു. എനിക്കൊരു പാഡ് വാങ്ങിത്തരുമോ? വേദനയും ബ്ലീഡിങ് കൊണ്ടുള്ള ഇറിറ്റേഷന് കാരണം സഹികെട്ട് ചാരു ചോദിച്ചു. ഞാൻ പോയി പാഡ് വാങ്ങാനോ? നോ വേ. പ്ലീസ്, എനിക്കതിപ്പോ അത്യാവശ്യമാണ്. ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നീ പോയി വാങ്ങിക്കോ. ഈ ആദിദേവിനെ അറിഞ്ഞൊന്നും കിട്ടില്ല. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഞാൻ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കടയിൽ പോകാനാ? എനിക്ക് നല്ല പെയിനും ബ്ലീഡിംഗ് ഉണ്ട്. ചാരു അവളുടെ വയറ് അമർത്തി പിടിച്ചു. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കുറച്ചെങ്കിലും കരുണ കാണിക്ക്. ഞാൻ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നോക്ക്. തന്റെ ഭാര്യയായിട്ട് കാണണ്ട. വഴി നിൽക്കുന്നൊരു പെണ്ണ്, വെറും ഒരു പെണ്ണ്. ആ പരിഗണനയെങ്കിലും തന്നെ എന്നെ ഒന്ന് സഹായിക്ക്. എനിക്ക് സൗകര്യമില്ല. എന്റെ ആവശ്യം നിറവേറ്റാൻ പറ്റാത്ത ഞാൻ എന്തിനു സഹായിക്കണം? ദേവ് ടാബിളിലുള്ള സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒന്നെടുത്ത് പുകച്ചു. താൻ ഇത്ര ദുഷ്ടനാണെന്ന് അറിഞ്ഞില്ല ഞാൻ. കുറച്ചെങ്കിലും ദയ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ചാരു കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോവാനൊരുങ്ങി. അപ്പോഴാണ് അവൾ കിടന്നിടത്ത് രക്തം അവൻ കണ്ടത്. മാത്രമല്ല അവളുടെ കാലിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോ അവനൊരു മനസ്സലിവ് തോന്നി. അങ്ങനെ അവൾ പുറത്തു പോയ അതിന്റെ നാണക്കേട് അവനും കൂടെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. നിക്ക്, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അതും പറഞ്ഞ് ദേവ് പുറത്തേക്ക് പോയി. അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ തിരികെ വന്നു. അതുവരെ ചാരു ബാത്റൂമിൽ കയറി അതിനുള്ളിൽ തന്നെ നിന്നു. അസഹ്യമായ വയറുവേദനയും നാവിവേദനയും കാരണം അവൾക്ക് കൈകാലുകൾ തളർന്നു പോകുന്നുണ്ടായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് കട്ടിലിൽ കിടക്കാനും വയ്യില്ലല്ലോ. ദേവ് വന്നതറിഞ്ഞതും അവൾ വേഗം പോയി പാഡ് എടുത്തു കൊണ്ടുവന്നത് മാറ്റി. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. വേഗം റെഡി ആയിക്കോ. അയ്യോ, എനിക്കിവിടുന്ന് ഒരു അടി പോലെ അനങ്ങാൻ വയ്യ. ഇന്നിവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോയാ പോരെ? അവൾ അവനോടൊരു കുഞ്ഞിനെ പോലെ കെഞ്ചി. അങ്ങനെ അടുത്ത ദിവസം അവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു. ഇതെന്തോ പറ്റി? ഒരാഴ്ചത്തെ ട്രിപ്പ് എന്നും പറഞ്ഞു പോയിട്ട് 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇവിടേക്ക് എത്തിയോ? അവർ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട സരോജിനി ചോദിച്ചു. അത് ഓഫീസിൽ പെട്ടെന്നൊരു അത്യാവശ്യം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേവ് അകത്തേക്ക് കയറിപ്പോയി. ചാരുവിനോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവരും ദേവിന്റെ പിന്നാലെ പോയി. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആദ്യ ഒരാഴ്ചയിൽ അവരൊരു മകളെ പോലെ അവളോട് പെരുമാറുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അത് മാറി. എന്തോ ദേഷ്യമുള്ളതുപോലെയാ പിന്നീടുള്ള ദിവസങ്ങളിൽ സരോജിനി അവളോട് ഇടപഴകിയിരുന്നത്. എന്താ അതിന് കാരണമെന്ന് അവൾ എപ്പോഴും ചിന്തിക്കുമെങ്കിലും അത് കണ്ടുപിടിക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ക്ഷീണിതയായ ചാരുവിന്റെ മുഖം കണ്ട ആരതി ചോദിച്ചു. യാത്രാക്ഷീണമുണ്ട് ചേച്ചി, അതായിരിക്കും. നിങ്ങളുടെ കൂടെ നാരദ പ്രദീപ് ഉണ്ടായിരുന്നോ? ആ, അത് ചേച്ചിക്ക് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അവരെന്തിനാ നിങ്ങളുടെ കൂടെ വന്നത്? എന്തോ ബിസിനസ് ആവശ്യത്തിന് വന്നതാണെന്നാ പറഞ്ഞത്. നാരൻ എന്നെ പറ്റി നിന്നോടെന്തെങ്കിലും പറയുകയോ ചോദിക്കുകയോ ചെയ്തോ? ചേച്ചിയെ പറ്റിയോ? ഇല്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആരതി അകത്തേക്ക് നടന്നു. ചേച്ചിക്ക് വിരോധമൊന്നും തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചാരു പുറകിൽ നിന്നും വിളിച്ചു. എന്താ? ശരിക്കും നാരൻ ചേച്ചിയുടെ ആരാ? അയാളുടെ ഫോണിന്റെ വാൾപേപ്പറിൽ വരെ ചേച്ചിയുടെ ഫോട്ടോ ആണല്ലോ. എന്റെ ഫോട്ടോയോ? അന്ന് ഹോട്ടലിൽ വെച്ച് അയാൾ എന്തോ ആവശ്യത്തിന് ഫോൺ ടാബിളിൽ വെച്ച് അവിടെ നിന്ന് പോയിരുന്നു. അപ്പോ അതിലേക്കൊരു കോള് വന്നു. അത് റിങ് ചെയ്ത് കട്ടായ ശേഷം ഒരു മിന്നായം പോലെ വാൾപേപ്പർ ഞാൻ കണ്ടു. അവൻക്ക് എന്ത് ഭ്രാന്താണ്? അവനെന്തിനാ എന്റെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെച്ചിരിക്കുന്നേ? ഇന്ന് അവന്റെ കഥ ഞാൻ കേൾക്കും. അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ എടുത്തു. ഹേ ചേച്ചി, എന്താ ചെയ്യാൻ പോകുന്നേ? അവനെ വിളിച്ച് 2 വർത്താനം പറയണം. അയ്യോ ചതിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് അറിഞ്ഞതെന്ന് അവരറിഞ്ഞ ദേവേട്ടന്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഇനി ഇതിലേക്കും കൂടെ എന്നെ വലിച്ചേക്കല്ലേ. ഞാനതിന് നിന്റെ പേര് പറയുന്നില്ല, പോരെ? ആരതി അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോണിൽ നാരന്റെ നമ്പർ ഡയൽ ചെയ്ത് മുറിയിലേക്ക് പോയി. ചേച്ചി ഒന്ന് നിക്ക്. ഈശ്വര, വെറുതെ ഒരു കാര്യമില്ലാതെയാണല്ലോ ഞാനിപ്പോ ഈ വള്ളിയെടുത്ത് തലയിൽ വെച്ചത്. ഇതെങ്ങനെയെങ്കിലും ദേവേട്ടന്റെ ചെവിയിലെത്തിയ എന്റെ കാര്യം പോക്കാം. ചാരുവിന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. തുടരും.